ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. സംഭവം എന്താന്ന് വെച്ചാൽ, ഒരു ഹസ്ബൻഡും വൈഫും ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 10 വർഷത്തോളായിട്ടുണ്ട്. പക്ഷെ 2 പേരുടെ ഇടയിലും ഇന്നും വഴക്കും പ്രശ്നങ്ങളാണ്. സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പേരിലാണ് ഇവർ ഡെയിലി വഴക്കൂടുന്നത്. ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ 2 പേർക്കും നല്ല ഇഷ്ടമാണ്. എങ്കിൽ പോലും അവരുടെ ഇടയിൽ വഴക്കൊഴിഞ്ഞ നേരമില്ല. മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാൻ പോലും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ വർഷങ്ങളോളം ആവർത്തിച്ചപ്പം അവർക്ക് ഇടയിൽ തന്നെ ഒരു മടുപ്പ് വന്നു. അങ്ങനെയാണ് അവര് നമ്മളെടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത്. ശരിക്കും എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? സംസാരിച്ചു നോക്കിയപ്പം കാര്യം വളരെ സിമ്പിളായിരുന്നു. പ്രത്യേകിച്ച് പ്രശ്നമില്ല, എന്നാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. 5 സെൻസറി ലവ് ലാംഗ്വേജസ് നമ്മളെല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സെൻസറി ലവ് ലാംഗ്വേജസ് സംഭവം സിമ്പിളാണ്. നമ്മൾ എല്ലാ മനുഷ്യന്മാരുടെയും 5 പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത് അല്ലേ? കാഴ്ച, കേൾവി, സ്മെല്ല്, ടച്ച്, അതുപോലെ തന്നെ ടേസ്റ്റ്, ഇങ്ങനെ 5 അല്ലേ? ഇത് എല്ലാ മനുഷ്യരിലും ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ഡോമിനേറ്റ് ആയിട്ട് നിൽക്കണുണ്ടാവുക. ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ പാർട്ട്ണർ ആയിക്കോട്ടെ ആരായാലും അവരൊരു ഹാപ്പി ആവുക. അതിലുള്ള ഒന്നാണ് ഓഡിറ്ററി അല്ലെങ്കിൽ കേൾവി എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളതിൽ എന്തായിരിക്കും, അവർ ഒരു ലവിൻ്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ അവർ സ്നേഹം ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ കിട്ടാനായിരിക്കും. നല്ല നല്ല വാക്കുകൾ കേൾക്കുക, സ്വീറ്റ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുക, ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് ഒക്കെ അവരതിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വശം. കുഞ്ഞു കാര്യങ്ങൾ മതി, നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ വാക്കുകളിലൂടെ ഹേർട്ട് ചെയ്താൽ മതി, ഇവർക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു ഫാൻ ഇട്ട് വെച്ചതായിരിക്കാം, അത് അവരെ ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, സ്വീറ്റായിട്ട് പറയണം, എന്താ മോളെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുമ്പോഴാണ് അവരത് മനസ്സിലാക്കുക. അതിന് പകരം നീ എന്തെങ്ങനെയൊക്കെ ഫാൻ എപ്പോഴും ഇട്ട് വെച്ചെന്ന് ചോദിച്ച സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ഇവരെ സംബന്ധിച്ച് അത് അവരെ വളരെ കുറ്റപ്പെടുത്തലും അവരോട് സ്നേഹല്യായ്മയായിട്ടാണ് ഇത്തരക്കാർ മനസ്സിലാക്കുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വിഷ്വല്, അതായത് കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും ഇത്തരക്കാർ. അവരെ സംബന്ധിച്ച് ലുക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാകും. നല്ല അപ്പിയറൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങുന്ന ആളുകൾ, അതായിരിക്കും ഇവരൊരു ലവ് ലാംഗ്വേജ് ആയിട്ട് കാണുന്നുണ്ടാവുക. അങ്ങനത്തെ ആളുകളോട് പ്രത്യേക ഒരു ഇഷ്ടവും അടുപ്പും ഒരു അഫെക്ഷനും ഇങ്ങനത്തെ ആളുകൾക്ക് ഫീൽ ചെയ്യും. അപ്പം അവരെ പാർട്ട്ണർ ഇതല്ലാത്തൊരു രീതിയിൽ വരികയാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിനോട് ഒരു വെറുപ്പും ഒരു ഇഷ്ടക്കേടും അവരിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ഉണ്ടായിരിക്കുക. വേറൊന്നാണ് നമ്മൾ സ്മെല്ല് എന്ന് പറയുന്നത്. ചില ആളുകൾ ഉണ്ടാവും അല്ലേ, ചെറിയൊരു സ്മെല്ലിനോട് പോലും ഭയങ്കര അധികം സെൻസിറ്റീവ് ആവും. എവിടെങ്കിലും ചെറിയൊരു സ്മെല്ലുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയപ്പെടും. ഇത്തരം ആളുകൾ ഇതിൽ സ്മെല്ലിനോട് ഭയങ്കര രീതിയിലുള്ള ഒരു അട്രാക്ഷൻ കാണപ്പെടാറുണ്ട്. അത് ശരീരത്തിലുള്ള സ്മെല്ലുകളാവാം, അല്ലെങ്കിൽ റൂമിലുള്ള സ്മെല്ലുകളാകാം, അവരെ പേഴ്സണൽ ടൈമിൽ ഉണ്ടാകുന്ന സ്മെല്ലുകളാവാം. ഇതെല്ലാം അവർ വളരെ അധികം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഈ സമയത്ത് അവരെ പാർട്ട്ണർ ആവാം ആരെങ്കിലും ഒരാൾ അത്ര എന്താ പറയുക, നല്ലൊരു സ്മെല്ലോടല്ലാതെ ഒരു പ്ലസന്റ് സ്മെല്ലോടല്ലാത്തൊരു രീതിയിൽ ഇവർ അപ്രോച്ച് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വ്യക്തിനോട് ഭയങ്കര അധികം വെറുപ്പും ഇഷ്ടക്കേടും തോന്നും. ഇത് പല രീതിയിലായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പം അത് അതേ രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യും, ചില രീതിയിൽ ദേഷ്യങ്ങളായിട്ടും അല്ലെങ്കിൽ വെറുപ്പായിട്ടൊക്കെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഇത് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പം എന്താണ് ഇവർ ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവരെന്താണ് തൻ്റെ പാർട്ട്ണർ ഇങ്ങനെ എന്നുള്ള ഒരു രീതിയിൽ എന്തായിരിക്കും, അങ്ങനെ ഇവരുടെ ഇടയിൽ എന്തായിരിക്കും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുത്തതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ടേസ്റ്റ് എന്ന് പറയുമ്പം നമ്മളെ ബോഡിയിലുള്ളതും ആയിരിക്കാം അല്ലാത്തതും ആയിരിക്കാം. ഇതിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇത്തരക്കാർ നമ്മൾ ചെറിയ എന്തെങ്കിലും നല്ല ടേസ്റ്റ് ആണെങ്കിൽ തന്നെ അവർ വളരെയധികം ഹാപ്പി ആവുകയും അതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുക ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നാൽ അതല്ലാത്തൊരു ചെറിയ വേരിയേഷൻ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുക, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണപ്പെടാറുണ്ട്. അടുത്തതാണ് ടച്ച് എന്ന് പറയുന്നത്. കൈനസ്തെറ്റിക് എന്ന് പറയും നമ്മളിതിൽ. ഇത്തരം ആളുകളതിൽ എന്തായിരിക്കും, അവരൊന്ന് തലോടുന്നതോ ചേർത്ത് പിടിക്കുന്നതോ കൈകൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതോ ഒക്കെ ഇത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വലിയൊരു കാര്യമായിരിക്കും. അവരൊരു ലവ് ലാംഗ്വേജ് ആക്കി വെച്ചിട്ടുണ്ടാകും. അതല്ലാത്ത രീതിയിൽ നമ്മൾ എത്ര തന്നെ സ്നേഹം കൊടുക്കാൻ ശ്രമിച്ചാലും, എന്തെന്നെ നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താലും അല്ലെങ്കിൽ എത്ര തന്നെ നല്ല വാക്കുകൾ പറഞ്ഞാലും ഒന്നും ഇവരൊട്ടും ഹാപ്പി ആവില്ല. കാരണം ഇവരൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഇവരൊരു ഡോമിനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്കൽ ടച്ച് എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും അവർ എത്രത്തോളം ലൈഫിൽ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ടും ഹാപ്പി ആവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ നമ്മളെ നീഡ് എന്താണ് അതായിരിക്കും നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ അടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്കിപ്പം ടച്ച് ആണെങ്കിൽ ഞാൻ ആ ആളെ പോയിട്ടായിരിക്കും എപ്പോഴും ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അയാളത് അതാവില്ല, അയാൾ അതിൽ ഇറിറ്റേറ്റ് ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും. അപ്പം ഞാനത് വിചാരിക്കുക അവർക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമില്ല, എന്നോട് എന്തോ ദേഷ്യമാണ്, അതാണ് ഞാൻ ടച്ച് ചെയ്യണത് പറ്റാത്തത് എന്നുള്ള രീതിയിലായിരിക്കും.
അപ്പം നമ്മൾ പരസ്പരം എന്ത് ചെയ്യുക, ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മളൊരു ലവ് ലാംഗ്വേജ്, എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമ്മളെ പാർട്ട്ണർ ഹാപ്പി ആവുക എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുമ്പം പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഒരുവിധം സോൾവ് ആക്കാനും കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അവരൊരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടും നമ്മൾക്ക് കഴിയും. അപ്പം ഇവിടെയും സംഭവം അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ വൈഫ് എന്ന് പറയുന്ന ആള് കുറച്ചും കൂടി ഓഡിറ്ററി ആയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു, അതായത് സംസാരത്തിലൂടെ സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹസ്ബൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റും. ഇയാൾക്ക് സംസാരിക്കുന്നതേ തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അധികം സംസാരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറായിരുന്നു. വൈഫ് ഇയാൾ വീട്ടിലേക്ക് വരുമ്പോഴേ അവരെ ഇഷ്യൂസും അല്ലെങ്കിൽ അവരെ സ്നേഹത്തിലൂടെ കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കും. ഇയാൾ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കോ, വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇയാൾ ഷൗട്ട് ചെയ്യും. അതോടെ അവിടെ പിന്നെ പ്രശ്നം തുടങ്ങി. പിന്നെ തൊടുന്നതും പിടിക്കണതും കാണണതും എല്ലാം പ്രശ്നങ്ങളാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അവരൊരു കേസിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ബോധേഡാവണത് വളരെയധികം നമുക്ക് ലൈഫിൽ ഹെൽപ്ഫുൾ ചെയ്യും.